UDFിൻ്റെ പുതിയ കൺവീനർ അദ്ദേഹം പറയുകയാണ്, അടൂർ പ്രകാശ് പറയുകയാണ്, പുതിയ സഖ്യകക്ഷികളെ UDFിലേക്ക് എടുക്കണമെന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കേരള കോൺഗ്രസ് ആണല്ലോ. കേരള കോൺഗ്രസ് എന്തായാലും LDF ഉപേക്ഷിച്ച് UDFിലേക്ക് കടന്നു വരുമോ? അത് ഈ അടൂർ പ്രകാശ് നല്ല സംഘാടകനാണ് കേട്ടോ. നല്ലൊരു സമവായത്തിലൂടെ എല്ലാവരെയും കൊണ്ടുപോകാനും അറിയാം. അതുകൊണ്ട് ഈ മുന്നണി വിപുലീകരിക്കുമെന്ന് പറഞ്ഞത് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട. അത് ചിലരെയൊക്കെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ്. അത് പിന്നെ അതിനിടയ്ക്ക് അതായത് ലീഗിനെ നേരത്തെ ഒന്ന് ഇറക്കിയിരുന്നു, ചിലരെയൊക്കെ പിടിച്ചിപ്പുറത്ത് കൊണ്ടുവരാൻ. ലീഗിനെ ഇറക്കിയതല്ല, ലീഗ് മുൻകൈ എടുത്തതാണ്. കാരണം ലീഗിന് ഇപ്പോൾ കോൺഗ്രസിനേക്കാൾ വലിയ ആവശ്യം അവർക്ക് അധികാരത്തിൽ വരണമെന്ന്. തുടർച്ചയായി 2 തവണ അധികാരത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ അവർക്ക് അധികാരമില്ലാതെ ഒട്ടും പറ്റത്തില്ല. കോൺഗ്രസ്സുകാർ പിന്നെ ഇങ്ങനെ അവരുടെ ഇടയിലെ കലഹവുമായിട്ട് അങ്ങ് പൊക്കോളൂ. അപ്പോൾ ലീഗ് പരിശ്രമമൊക്കെ നടത്തി. പക്ഷെ ഞാനിപ്പോൾ അറിയുന്നത്, ഇപ്പം അടൂർ പ്രകാശ് പറഞ്ഞ ഒരു കാര്യം, മുന്നണി വിപുലീകരിക്കും, ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഇപ്പം നമ്മൾ വിപുലീകരിക്കും എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വരാനാണ്? സ്വാഭാവികമായിട്ടും LDFിൽ നിന്നാണല്ലോ വരേണ്ടത്. LDFിൽ നിന്ന് വരാൻ ഇപ്പോൾ സാധ്യതയുള്ള ആരെന്ന് നോക്ക്. ഘടകകക്ഷികളെന്ന് പറഞ്ഞാൽ CPI അതങ്ങ് മാറ്റി നിർത്തിയാലേ, അത് CPMനോടൊപ്പം തന്നെ നിൽക്കുന്നതാണ്. എന്നാലും UDF വിളിച്ചിട്ടുണ്ട് CPIയെ. കാരണം അങ്ങനെ ഒരു പാരമ്പര്യം അവർക്കുണ്ടല്ലോ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, അടുത്ത ഘടകകക്ഷി, പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ്, ജോസ് കെ മാണി. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതിലേക്ക് പറയുന്നതിന് മുമ്പ് മറ്റുള്ള ഘടകകക്ഷികളേക്ക് നോക്കിക്ക്. ജനാധിപത്യ കേരള കോൺഗ്രസ് അത് ഒറ്റയാൾ പട്ടാളമാണ്, അത് മിക്കവാറും ഇതോടുകൂടി തീരും. പിന്നെ ഗണേഷ് കുമാർ, അത് ഒരാളാണ്. ഗണേഷ് കുമാർ സാധ്യത ഇല്ല. ഗണേഷ് കുമാർ പിന്നെ അവിടെ പോയാലും ഇവിടെ നിന്നാലും അവിടെ നിന്നും പത്തനാപുരത്ത് നിന്ന് ജയിച്ചു വരും. പിന്നെയുള്ള ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ NCP, RJD, INL ഇങ്ങനെയുള്ളവരൊക്കെയാണ്. INLനെയും വേണമെങ്കിൽ ഇവർ സ്വാഗതം ചെയ്യും. ഇപ്പോൾ അഹമ്മദ് ദേവർകോവിൽ മാത്രമല്ലേ ഉള്ളത്. അത് ഒരുപക്ഷെ CPM വിഴുങ്ങും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത കാണുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് മുസ്ലിം സമസ്ത ഇവരുടെയൊക്കെ വോട്ട് അതിനകത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ കയറി അത്ര കളിക്കത്തില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത് ജോസ് കെ മാണി വിഭാഗമാണ് കേരള കോൺഗ്രസ്. 2021 LDFിലേക്ക് പോയതാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ LDFിലേക്ക് കൊണ്ടുപോയത് ജോസ് കെ മാണിയെ? ഈ കേരള കോൺഗ്രസിനകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ളത് ഈ ജോസ് കെ മാണി വിഭാഗത്തിലാണ്. കേരള കോൺഗ്രസിലെ എല്ലാ കേരള കോൺഗ്രസിലും കൂടുതൽ പങ്ക് ക്രൈസ്തവർക്ക് തന്നെയാണ്. അതിൽ ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതലുള്ളത് ജോസ് കെ മാണിയുടെ കൂടാണ്. ജോസ് കെ മാണി അങ്ങോട്ടേക്ക് പോയപ്പോൾ ജോസ് കെ മാണിയുടെ തീരുമാനം മാത്രമല്ല, പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും ഒക്കെ തീരുമാനം എടുത്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നത്, ജോസ് കെ മാണി ഒരു രഹസ്യ സർവേ നടത്തുന്നുണ്ട്. അതായത് അടുത്ത 26-ൽ ഭരണം എങ്ങോട്ടേക്ക് മാറും എന്നുള്ളത്. സർവേ ഇപ്പോൾ ഒരു മാസം കൊണ്ടൊന്നും അതിൻ്റെ ഒരു ഫലമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇനിയും കൃത്യം 1 വർഷം നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ റിസൾട്ട് എങ്ങനെയും ആയി പോകട്ടെ. അവിടെ ചിലപ്പോൾ UDFന് അൻവറിൻ്റെ ഒരു പിൻബലത്തിൽ അങ്ങ് UDF ജയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും നമ്മൾ പറയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, ശരിയാണ്. എന്നാലും ഒരു അടിത്തട്ട് എങ്ങനെയായിരിക്കുമെന്ന ഒരു ഏകദേശം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ അത് കഴിയുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു രഹസ്യ സർവേ നടക്കുന്നുണ്ട്, എന്തായിരിക്കും സാധ്യത എന്നുള്ളത്. UDFന് സാധ്യത ഉണ്ടെങ്കിൽ ജോസ് കെ മാണി വിഭാഗം അങ്ങോട്ടേക്ക് പോകും. ഇത് ലീഗ് ചർച്ച നടത്തിയിട്ടുണ്ട്. അടൂർ പ്രകാശും ഇനിയിപ്പോൾ UDFിലേക്ക് അങ്ങനെ പെട്ടെന്ന് കടന്നു കയറാൻ കഴിയുമോ? അവിടെ ജോസഫ് വിഭാഗമല്ല വലിയ രീതിയിൽ ശക്തമായിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ജോസ് കെ മാണിയുടെ സീറ്റ് വരെ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്, ഈ കോട്ടയം സീറ്റ്. ഇപ്പം ജോസഫ് വിഭാഗം എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കത്തില്ല. അദ്ദേഹത്തിന് പ്രായം ആയി, അനാരോഗ്യ പ്രശ്നമുണ്ട്, മകനെ ഇറക്കിയിരിക്കുകയാണ്. ഈ മകനെ ജോസഫ് വിഭാഗം നയിക്കാൻ പോകുന്നു എന്നുള്ളതിനകത്ത് ആ പാർട്ടികളിൽ തന്നെ പലർക്കും എതിർപ്പുണ്ട്. അപ്പോൾ മിക്കവാറും ജോസഫ് വിഭാഗം ഒന്നുകൂടെ പിളരാൻ സാധ്യതയുണ്ട്. കേരള കോൺഗ്രസ് അല്ലേ,
അത് നമുക്ക് വലിയ പിന്നെ ചിരിയായിട്ടും തമാശയായിട്ടും ഒന്നും നമുക്ക് തോന്നേണ്ട കാര്യമില്ല. അത് അങ്ങനെ സംഭവിക്കണം. അപ്പോൾ അതിനകത്ത് ജോസഫ് വിഭാഗത്തിൻ്റെ എല്ലാ ആർഗ്യുമെൻസും അങ്ങോട്ട് വിജയിക്കണമെന്നില്ല. കാരണം ജോസ് കെ മാണി എങ്ങനെ അന്ന് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഘടകകക്ഷികൾക്കൊക്കെ തന്നെ ജോസിനെ ഇവിടെ നിർത്തണമെന്നായിരുന്നു താല്പര്യം. അതില്ലാതായിപ്പോയി. അപ്പോൾ അതുകൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സാർ പറഞ്ഞു വരുന്ന ആ ഇടതുപക്ഷത്ത് നിൽക്കുന്നതും വലതുപക്ഷത്ത് നിൽക്കുന്ന രണ്ട് കേരള കോൺഗ്രസ് ഇപ്പോൾ പിളരുമോ എന്നൊരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും. ഇവിടെയും പിളരുമെന്ന് സംശയമുണ്ട്. കാരണം റോഷി അഗസ്റ്റിന് പിണറായി വിജയനുമായിട്ട് നല്ല അടുപ്പമാണ്. അങ്ങനെ വരുമ്പോൾ ഈ റോഷി അഗസ്റ്റിൻ വിഭാഗം ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറെടുക്കത്തില്ല. ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് പോരും. അപ്പോൾ അവിടെയും പിളർപ്പ് സംഭവിക്കും, ഇവിടെയും പിളർപ്പ് സംഭവിക്കും. ഇപ്പോൾ കേരള കോൺഗ്രസ് എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാവും. കാര്യം ജോസ് വിഭാഗത്തെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണം. കാരണം BJP കേരളത്തിൽ സീറ്റ് പിടിക്കുമ്പോൾ അത് UDF നഷ്ടമാകുന്നതാണ്. അപ്പോൾ ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കണമെന്നുള്ള കണക്ക് കൂട്ടലാണ്. ഇതിനോടൊപ്പം നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കണം. KPCC അധ്യക്ഷനായിട്ട് നിയമിച്ചിരിക്കുന്നത് സണ്ണി ജോസഫിനെയാണ്. എന്തുകൊണ്ടാണ്? ഈ UDF നിന്ന് അകന്നു പോയ ക്രൈസ്തവരെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ്. അപ്പോൾ ആ യജ്ഞം ഇതിലൂടെ സഫലമാകും എന്നുള്ള രീതിയിലേക്കുള്ള പ്രയത്നം കൂടിയാണ് നടക്കുന്നത്. ഇത് മാത്രമല്ല, ജോസ് കെ മാണി വിഭാഗത്തെ മാത്രമല്ല, BJPയിലേക്കും ക്രൈസ്തവർ ചേർന്ന് നിൽക്കുന്നുണ്ട്. അവരെയും കൂടി തിരിച്ചു പിടിക്കണം. പക്ഷെ ആ കണക്കൊന്നും ശരിയാകാൻ പോകുന്നില്ല. ജോസ് കെ മാണിയെ ഇവർക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒന്ന് അല്പം ഇവർ പ്രയത്നിച്ചാൽ മതി, ഇവർക്ക് നേട്ടം അത് ഉണ്ടാകുകയും ചെയ്യും. ജോസ് കെ മാണിയെ കൊണ്ടുവന്നാൽ പിളർന്നു കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാണ് അവിടെ. ജോസ് കെ മാണിക്ക് എന്തായാലും ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ പക്ഷേ അതിനിടയിൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, UDF വരുമോ LDF വരുമോ എന്നത്. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ട്, ജോസ് കെ മാണി വിഭാഗം ഇപ്പുറത്തോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയും പിളർത്താനായിട്ട് പിണറായി വിജയൻ നോക്കും. അപ്പം ഇങ്ങോട്ടേക്ക് മൊത്തം പോന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റ് അത്ര കൂട്ടാൻ പറ്റത്തില്ലല്ലോ. റോഷി അഗസ്റ്റിൻ വിഭാഗത്തെ അവിടെ നിർത്തും, അതിന് വേണ്ടി പ്രീണിപ്പിച്ച് നിർത്തും. പിന്നെ LDF വരുമോ UDF വരുമോ എന്നുള്ളതിനകത്ത് ഇപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കൃത്യതയോടുകൂടി പറയാനായിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ സാറ് പറഞ്ഞ അതായിരിക്കും അവിടെ ഏറ്റവും നിർണായകമാകുന്നത്. ആ സർവേ ബലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇദ്ദേഹത്തിന്റെ നീക്കം. അല്ലാതെ ചാടത്തില്ല ഇതിനകത്തുണ്ട്. കാരണം LDF ഒരു തുടർ സാധ്യതയുണ്ട് എന്നുള്ള മട്ടിൽ LDF തന്നെ ഇപ്പോൾ വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2021 PR വർക്ക് നടക്കുകയാണ് ഇപ്പോൾ. നമ്മൾ കണ്ടതല്ലേ, 2 മിനിറ്റുള്ള ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുക, പിന്നെ ഈ വേടനെ ഇറക്കിക്കൊണ്ട് പിന്നെ ജനകീയ പിന്തുണ നേടുക, മന്ത്രിസഭയുടെ 4ാം വാർഷികം ആഘോഷിക്കുന്നു, പിന്നെ അതുപോലെ തിരക്കിട്ട് പിന്നെ റോഡുകളുടെയൊക്കെ നിർമ്മാണം പണികളൊക്കെ തീർക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ പിന്നെ അടിത്തട്ടിൽ, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പിന്നെ തെരഞ്ഞെടുപ്പല്ല, അത് വളരെ പ്രധാനമാണ്. അപ്പം വലിയ അവർ തന്നെ അങ്ങ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രതിപക്ഷം വളരെ ശുഷ്കമാണ് എന്നും ആയി തീർന്നിട്ടുണ്ട്. പിന്നെ BJP സീറ്റ് പിടിക്കുന്നു. വളരെ കണക്ക് കൂട്ടി മാത്രമേ ജോസ് കെ മാണിയൊക്കെ തീരുമാനം എടുത്ത് വരികയുള്ളൂ. എന്തായാലും നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.